നാം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇസ്ലാമിന്റെ അടിത്തറ എന്താണെന്ന്? നമസ്കാരം, നോമ്പ്, ഹജ്ജ് ഇതെല്ലാം നിർബന്ധമായ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതിന്റെ എല്ലാം മുന്നേ അള്ളാഹു ചെയ്യാൻ കൽപ്പിച്ച ഒരു കാര്യമുണ്ട് ഖുർആനിൽ. അതാണ് ശറഅ സദ്ർ അഥവാ കൽബിനെ ഹയാത്താക്കൽ. ഖുർആൻ 39:22 അള്ളാഹു വിശദീകരിക്കുന്നു: അഫമൻ ശറഅ അല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം. ഇസ്ലാമിന് വേണ്ടി ഏതൊരാൾക്കാണോ അള്ളാഹു ശറഅ സദ്ർ അഥവാ കൽബ് ഹയാത്താക്കൽ ചെയ്തു കൊടുക്കുന്നത്, ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി, അവൻ തന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള നൂറിലായിരിക്കും. ഫവൈലുൽ ഖാസിയത്തു ഖുലൂബുഹും മിൻ ദിക്റില്ലാഹ്. എന്നാൽ അള്ളാഹുവിന്റെ ദിക്റിനെ തൊട്ട് കൽബുകൾ കടുത്തുപോയവർക്കാകുന്നു നാശം. ഊലായിക ഫീ ളലാലിൻ മുബീൻ. അത്തരക്കാർ വ്യക്തമായ ദുർമാർഗത്തിലെത്രേ. ഇസ്മുദ്ദാത്തായ അള്ളാഹു എന്ന നാമം ഒരുവന്റെ കൽബിൽ പ്രവേശിക്കുകയും ശേഷം കൽബിൽ ബന്ധിതമായ മറ്റു റൂഹുകൾ വെളിയിലേക്ക് വന്നുകൊണ്ട് നെഞ്ചിന്റെ അതത് സ്ഥാനങ്ങളിൽ നിൽക്കുകയും ചെയ്യുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് ശറഅ സദ്ർ അഥവാ നെഞ്ചിലുള്ള ലത്തായിഫുകളെ വിശാലമാക്കൽ. എന്നാൽ ഒരു ആധുനിക പണ്ഡിതരിൽ നിന്നും നാം ഈ ജ്ഞാനത്തെക്കുറിച്ച് കേട്ടിട്ടില്ല. അതിന്റെ കാരണം അവർക്കത് അറിവില്ല എന്നത് തന്നെ. പിന്നെ എന്ത് ദീനാണ് അവർ ഇവിടെ പഠിപ്പിക്കുന്നത്? ഇസ്ലാമിൽ പ്രവേശിച്ചാൽ അള്ളാഹു ആദ്യം ചെയ്യാൻ കൽപ്പിച്ച ഈ കാര്യം ചെയ്തതിനു ശേഷം മാത്രമേ ബാക്കിയുള്ള അമലുകൾ ചെയ്യാൻ ഖുർആൻ കൽപ്പിക്കുന്നുള്ളൂ. അടിത്തറയില്ലാതെ വീട് എത്ര കെട്ടിപ്പൊക്കിയിട്ടും എന്ത് കാര്യം? അത് ഏത് നിമിഷവും തകർന്നു വീഴും. ഇന്ന് ദീനിന്റെ തകർച്ചയ്ക്ക് കാരണവും ഈ അടിത്തറയില്ലാത്തത് തന്നെയാണ്.